ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബീരാനും അതുപോലെ തന്നെ ഫെബിന്റെ അച്ഛനും കൂടി ചേർന്നിട്ട് മാളുവിന്റെ വീട്ടിലേക്ക് എത്തുവാണ്. കല്യാണത്തിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഫെബിന്റെ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ചത് സച്ചി രേവതിയും കൂടി ചേർന്നിട്ടാണെന്നൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ട്. പേര് പറയുന്നില്ല. വീട്ടിൽ വന്ന് സംസാരിച്ച അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ബീരാന് കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. പക്ഷെ അതൊന്നും ഇവിടെ പറയുന്നില്ല കേട്ടോ. അത് മാത്രമല്ല, കുറച്ചു നേരത്തെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവരെ കാണായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചും പറയുന്നുണ്ട്. കാരണം മാളുവിനെ അവിടെ കൊണ്ടുവിട്ടിട്ട് അവർ പോയ ഉടനെ തന്നെയാണല്ലോ ഫെബിന്റെ അച്ഛനും അതുപോലെ തന്നെ ബീരാനും കൂടി ചേർന്നിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അയ്യോ, കുറച്ച് നേരത്തെ വന്നായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കാണായിരുന്നു എന്ന് ബീരാനും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫോൺ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അശോകൻ സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. സച്ചിക്ക് ഒരു ട്രിപ്പ് വന്നത് കൊണ്ട് തന്നെ അങ്ങളെ പിന്നൊരു ദിവസം ആവാ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. കാരണം ഫെബിന്റെ അച്ഛന്റെ അടുത്ത് ഓൾറെഡി കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് സമ്മതിപ്പിച്ചതാണല്ലോ. ഇനി കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ രണ്ട് വീട്ടുകാരും തമ്മിൽ സംസാരിച്ചിട്ട് ഉറപ്പിച്ചാൽ മതി. പിന്നെ ഇനിയിപ്പോ എന്നാണെന്നുണ്ടെങ്കിലും അവരെ കാണാലോ. പിന്നെ ഒരു ദിവസം ആവട്ടെ എന്നൊക്കെയാണ് അവര് പറയുന്നത്. ഫോൺ വെച്ചതിന് ശേഷം അവര് കല്യാണത്തിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. പെണ്ണിന്റെ വീട്ടിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ മകന് വേണ്ടിയിട്ട് ഇത്രയും നാള് കഷ്ടപ്പെട്ട് അവള് സ്നേഹിച്ച ആളെ തന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും വീട്ടുകാരുടെ സമ്മതത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തല്ലോ. അത് തന്നെ വലിയൊരു കാര്യമാണ്. നല്ലൊരു മകളെയല്ലേ ഞങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ ഒന്നും തരേണ്ട കാര്യമില്ല എന്ന് പറയുവാണ്. എങ്കിലും ഞങ്ങൾ പെണ്ണിന് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് എന്താണോ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ചെയ്തോളൂ. കട്ടിലും അതുപോലെ ഫ്രിഡ്ജും അലമാര അങ്ങനത്തെ സാധനങ്ങളൊക്കെ തരുന്ന കാര്യത്തെക്കുറിച്ചും കൂടി അശോകൻ പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും നിങ്ങൾ തരേണ്ട കാര്യമില്ല, ഞങ്ങൾ അതെല്ലാം മേടിച്ചോളും. ബീരാൻ തന്നെ അത് മേടിക്കുക എന്നുള്ള കാര്യം ഏൽക്കുന്നുണ്ട്. പക്ഷെ അശോകനാണെന്നുണ്ടെങ്കിൽ അത് പെണ്ണിന്റെ സൈഡിൽ നിന്നല്ലേ മേടിക്കേണ്ടതെന്ന് ചോദിക്കുവാണേ. ഇത് കേട്ട ബീരാൻ പറയുന്നത് ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെണ്ണിന്റെ വീട്ടുകാരും ചെക്കന്റെ വീട്ടുകാരും കൂടിയാണ്. ഇത് നമ്മുടെ മക്കളുടെ കല്യാണം എന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്താൽ മതി. വീട്ടിലാണ് കേട്ടോ കാണിക്കുന്നത്. സച്ചി രേവതിയും വീട്ടിലിങ്ങനെ നിൽക്കുവാണ്. രേവതിക്കാണെങ്കിൽ ഭയങ്കര തുമ്മല്. എന്താ രേവതി നീ തുമ്മുന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് ചെന്ന് സച്ചിയും പിന്നെ തുമ്മാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. രണ്ടുപേരും മത്സരിച്ച് തുമ്മുന്ന ഒരു രീതിയിൽ മാറി മാറി തുമ്മിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് ചന്ദ്രമതിയാണെങ്കിൽ നിർത്ത്, ഇതെന്താ തുമ്മുന്നൊക്കെ ചോദിക്കുന്നത്. തുമ്മലെന്ന റോഡിലോടുന്ന വണ്ടിയാണോ പറയുമ്പോൾ നിർത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ വീണ്ടും വീണ്ടും തുമ്മിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെന്താ രണ്ടുപേർക്കും ഒരുമിച്ച് തുമ്മൽ വരുന്നത്, ഇത് പറഞ്ഞിട്ടാണോ രണ്ടുപേർക്കും വരുന്നതെന്നൊക്കെ തരതല്ല ഇങ്ങനെ സച്ചി ഇങ്ങനെ അതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് തുമ്മുന്നുണ്ട്. അമ്മയെ തുമ്മല് ചോദിച്ചു പറഞ്ഞിട്ടൊക്കെയാണോ വരുക എന്ന് പറഞ്ഞ് രേവതി വീണ്ടും ഒന്നുകൂടി തുമ്മുമ്പോഴേക്കും പെണ്ണുങ്ങൾ ഇത്രയും ഒച്ചത്തിലൊന്നും തുമ്മാൻ വേണ്ടി പാടില്ല, തുമ്മൽ വന്നു കഴിഞ്ഞാലും അത് അടക്കാൻ വേണ്ടിയിട്ട് അറിയണം എന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട്. അങ്ങനെ അടക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. തുമ്മല്, അതുപോലെ ചുമ, ഉറക്കം, അതുപോലെ വിശപ്പ്, നല്ലത് ചീത്തത്, പട്ടം, പദവി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ താനേ വരുന്നതാണ്. എന്താ വന്നെന്നുള്ള കാര്യം ചോദിക്കാൻ വേണ്ടി പറ്റില്ല. അതുപോലെ പോകുന്ന സമയത്ത് എന്താ പോകുന്നെന്നുള്ള കാര്യം ചോദിക്കാൻ വേണ്ടി പറ്റില്ല. സച്ചി പറയുന്ന വാക്കുകളെല്ലാം കേട്ടിട്ടാണ് കേട്ടോ വർഷം അങ്ങോട്ട് വരുന്നത്. അത് കേട്ട ഉടനെ തന്നെ ഭയങ്കര ക്ലാപ്പ് ചെയ്യലാണേ. സച്ചിയുടെ കറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും മാറി മാറി തുമ്മിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയുമ്പോഴേക്കും രേവതി വീണ്ടും തുമ്മുന്നുണ്ട്. സച്ചിയേട്ടൻ നിന്നാണല്ലോ എനിക്ക് തുമ്മല് കിട്ടിയത്, സച്ചിയേട്ടനാണ് ഈ തുമ്മല് കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ തുമ്മുന്നതിന്റെ ഇടയ്ക്ക് ചന്ദ്രമതി അങ്ങ് തുമ്മാൻ വേണ്ടി തുടങ്ങുവാണേ. ആഹാഹാ, ഇത് കറക്റ്റ് ആണ്, ഇപ്പൊ തുടങ്ങിയല്ലോ നിങ്ങൾക്കെന്ന് പറഞ്ഞിട്ട് സച്ചി ഭയങ്കര ചിരിയാണേ. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയില്ലേ, നിങ്ങളെ കൊണ്ട് ഇത് അടക്കി വെക്കാൻ വേണ്ടി പറ്റുന്നു. ഇതുകൊണ്ടാ പറയുന്നത് തുമ്മലൊന്നും അടക്കി വെക്കാൻ വേണ്ടി പറ്റില്ല എന്ന്. എടാ മതി മതി, നീ സംസാരിച്ച് എന്നെ അടുത്ത് കൊല്ലണ്ട. നിങ്ങൾ കാരണമാണ് എനിക്കും തുമ്മല് വന്നത്. എന്തെങ്കിലും നീ പോയി ഉണ്ടാക്ക്, എനിക്കൊരു കോഫി എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് തുമ്മിക്കൊണ്ട് ചന്ദ്രമതി ആണെങ്കിൽ റൂമിലേക്ക് പോവാണേ. നമുക്ക് രണ്ടുപേർക്കും ജലദോഷം പിടിച്ചെന്ന് തോന്നുന്നത്. ആവി പിടിച്ചാൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ എന്ന് പറയുവാണേ. പക്ഷെ നിനക്ക് ജലദോഷം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ സ്റ്റീം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തരാന്ന് രേവതി പറയുന്നുണ്ട്. ചേച്ചി എനിക്ക് ജലദോഷമൊന്നുമില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ടാബ്ലറ്റ് എടുക്കത്തേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ അമ്മയുടെ കൂടെ തന്നെ നിനക്കും കോഫി ഉണ്ടാക്കി തരാ എന്ന് പറയാണ്. എനിക്കൊന്നും വേണ്ട ചേച്ചി, എന്നിട്ട് ആന്റിക്ക് ഉണ്ടാക്കി കൊടുത്തേക്ക്, അല്ലെങ്കിൽ അവിടെ കിടന്ന് തുള്ളാൻ വേണ്ടി തുടങ്ങുമെന്ന് പറയാണേ. ആഹാ, എന്റെ അമ്മയെ കുറിച്ചിട്ട് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ വർഷം എന്നൊക്കെ ചോദിക്കുമ്പോ ആ സച്ചേട്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുവാണ്. ഇപ്പോഴത്തെ കാലത്ത് സച്ചേട്ട പെണ്ണുങ്ങൾക്ക് കല്യാണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയമാണ്. അത് മാരേജ് ലൈഫ് എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം ഓർത്തിട്ടല്ല, അമ്മായിമ്മ എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം ഓർത്തിട്ടാണ്. അവർ രണ്ടുപേരും കൂടി സംസാരിച്ച് കേൾക്കുമ്പോ അമ്മ ഇതൊക്കെ കേൾക്കുന്നുള്ള കാര്യം പറഞ്ഞിട്ട് രേവതി അങ്ങോട്ട് വരുവാണേ. പക്ഷെ ഇത് കേട്ട വർഷാണെങ്കിൽ കേക്കട്ടെ എനിക്കിപ്പോ എന്തായെന്നും പറഞ്ഞിട്ട് വർഷം മുറിയിലേക്ക് കയറി പോകുന്നുണ്ട്. അമ്മയ്ക്ക് ചായ ഉണ്ടാക്കുന്ന സമയത്ത് തുമ്മോ എന്ന് പറയുന്നതും കണ്ട് തുമ്മലിങ്ങനെ അടക്കി പിടിക്കുന്നുണ്ട് കേട്ടോ രേവതി. നീ തുമ്മിക്കള രേവതി എന്ന് സച്ചി പറയുമ്പോ അല്ല, അമ്മയ്ക്ക് കോഫി ഉണ്ടാക്കുമ്പോൾ ഞാൻ തുമ്മിയിട്ടാണ് ഉണ്ടാക്കിയെന്നുള്ള കാര്യം ചോദിക്കൂ, പിന്നെ അത് പ്രശ്നം ഉണ്ടാക്കും. അല്ലെങ്കിലും രേവതി നിന്റെ അടുത്ത് പറഞ്ഞാൽ നീ കേൾക്കോ, എന്തെങ്കിലും ചെയ്യുന്നവന് സച്ചി അങ്ങ് പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് സുധിയും അതുപോലെ ശ്രുതിയും മുറിയിൽ ഇരിക്കുവാണ്. സുധിയുടെ ഫോണിലേക്ക് അഭിലാഷ് സാർ വിളിക്കുന്നുണ്ട്.
ഫോൺ എടുത്തിട്ട് വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. വീട് എന്തെങ്കിലും മേടിക്കാനുള്ള പ്ലാൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട്, അയ്യോ സർ, അങ്ങനെ വീടൊന്നും വാങ്ങുന്നില്ല, എല്ലാം ഓക്കെയാണ്. ഓ അങ്ങനെയാണോ സർ? അപ്പൊ സാറിന്റെ ബിസിനസ് ഇന്റർനാഷണൽ ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പോവുകയാണല്ലേ? സാറിന്റെ ഡെവലപ്മെന്റ് ചെയ്യുന്നുള്ള കാര്യത്തെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം ചോദിക്കുന്നത് ശ്രുതിയുടെ അച്ഛനെ കുറിച്ചിട്ടൊക്കെയാണ് കേട്ടോ. സർ, അദ്ദേഹം ഇപ്പൊ മലേഷ്യയിലല്ല, വേറെ കൺട്രിയിലാണ് ഉള്ളത്. ഓ, ഒരു 6 മാസമൊക്കെ എടുക്കും വരാനൊക്കെയാണ് കേട്ടോ ശ്രുതി ഇങ്ങനെ മറുപടിയായിട്ട് പറയുന്നത് അദ്ദേഹം ചോദിക്കുന്നതിന്. സർ, അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല, ഞാൻ എന്തായാലും ചോദിച്ചിട്ട് പറയാം. ശ്രുതിയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് സാറിന് ഞാൻ തിരിച്ചു വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട്. ഫോൺ വെച്ചതിന് ശേഷം ശ്രുതി കാര്യങ്ങള് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അഭിലാഷ് സാറ് പുതിയൊരു ബ്രാഞ്ച് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് പോവാണ്, അതും മലേഷ്യയില്. അവിടുത്തെ ലീഗൽ പ്രൊസീജിയേഴ്സ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് നിന്റെ അച്ഛനുമായിട്ട് സംസാരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിന്റെ അച്ഛനെ ഒരു 6 മാസത്തേക്ക് കാണാൻ വേണ്ടി പറ്റില്ല, വേറൊരു കൺട്രിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞത്. എങ്കിലും അവരെ കോണ്ടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ ആരെങ്കിലും റെഫർ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചു. അച്ഛൻ മരിച്ചുപോയി എന്നുള്ള കാര്യം ശ്രുതിക്ക് അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ടേ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ മരിച്ചത്, പിന്നെ ജയിലിലെ കാര്യങ്ങളും എന്തിനാ ജയിലിൽ പോയത്, അത് ഇത് കാര്യങ്ങളെല്ലാം പറയേണ്ടി വരുമല്ലോ. അങ്ങനെ അതൊക്കെ കേട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം നമ്മളെ കുറിച്ച് എന്താ വിചാരിക്കുക? ഓൾറെഡി ആ വീട് വാങ്ങുന്ന കാര്യത്തില് അവർക്ക് നമ്മളെ കുറിച്ചിട്ടൊരു ബാഡ് ഒപ്പീനിയൻ വന്നു. ഇതുകൂടി പറഞ്ഞിട്ട് എന്തിനാണ് നമ്മുടെ പേര് കെടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ ഞാൻ പറയാണ്ടിരുന്നതെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. അതെ, ശ്രുതി പറഞ്ഞത് കറക്റ്റ് ആണ്, ഞാന് അങ്ങനെ ചിന്തിച്ചില്ല. ഇനിയിപ്പോ മലേഷ്യയിൽ അവര് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണല്ലോ, എന്റെ അച്ഛന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ പിടിക്കപ്പെടും. എന്താ ശ്രുതി നീ പറഞ്ഞെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, കേസിനെ കുറിച്ചൊക്കെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അവർക്ക് നമ്മളെ മേലുള്ള ആ ഒരു നല്ല ഒപ്പീനിയൻ പോവല്ലോ, അതാണ് പറഞ്ഞത്. ഓ അതാണല്ലേ, അത് ശരി തന്നെയാ. അല്ല ശ്രുതി, നിന്റെ മലേഷ്യയിലെ ഇളയച്ചനില്ലേ, അദ്ദേഹമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ, അങ്ങനെ അവരുടെ അടുത്ത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു, കഴിഞ്ഞ തവണ തന്നെ ഒരുപാട് കെഞ്ചിട്ടാണ് ഞാൻ അവരെ കൊണ്ടൊന്ന് അഭിനയിപ്പിച്ചത്. അങ്ങനെ ശ്രുതി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ നീ എന്താ ശ്രുതി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഈ കാര്യത്തിലൊക്കെ നമ്മൾ അഭിലാഷ് സാറിനെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് നല്ലൊരു ഇംപ്രഷൻ തോന്നും. അവർക്ക് നമ്മൾ കൊടുക്കേണ്ട പണം കുറച്ച് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. അതുമാത്രം ഷോറൂം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഹെൽപ്പ് നമുക്ക് ചോദിക്കുകയും ചെയ്യാലോ. എന്താ ശ്രുതി നിന്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോഴും ശ്രുതിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണേ. നീ കൂടുതലൊന്നും ആലോചിക്കേണ്ട ശ്രുതി, എളേച്ചിനെ വിളിക്കേ, എന്നിട്ട് അദ്ദേഹം ഇപ്പൊ എവിടെയാണുള്ളതെന്നുള്ള കാര്യം ചോദിക്കുക. ഒരുപക്ഷെ മലേഷ്യയിലാണെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ അയാള് ഇറച്ചിക്കടയിൽ ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അയാളടുത്ത് ഞാൻ എന്ത് ഹെൽപ്പ് ചോദിക്കാനോന്നൊക്കെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്താ ശ്രുതി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? അവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് പോലെയാണ്. കാരണം ഒരുപാട് ബെനിഫിറ്റുകൾ ഇവർക്കും കിട്ടുമല്ലോ, അതിനെ കുറിച്ചാണ് ശ്രുതി പറയുന്നത്. പക്ഷെ ഞാൻ എന്തായാലും എളേച്ചിന്റെ അടുത്ത് സംസാരിച്ച് നോക്കാം, അദ്ദേഹം എവിടെയാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ശ്രുതി നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ തന്നെ ഫോൺ ചെയ്യ്. അയ്യോ ഇപ്പൊ വിളിച്ചു കഴിഞ്ഞാലൊന്നും അങ്കിള് ഫോൺ എടുക്കില്ല, എന്തായാലും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചു നോക്കാം, എന്നിട്ട് ഏത് കൺട്രിയിലുള്ള കാര്യം ചോദിക്കും. ശ്രുതി തനിക്ക് വേണ്ടിയിട്ട് എങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യുക എന്നുള്ള മട്ടിലാണല്ലോ സംസാരിച്ചത്, അതിന് നന്ദിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശ്രുതി. ഇവൻ ഇപ്പോഴും ഇതിനകത്ത് തൂങ്ങി പിടിച്ചോണ്ട് നിൽക്കുവാണ്. ഈ മലേഷ്യ വിഷയം തീർന്നു എന്ന് വിചാരിച്ചതാണ്, പക്ഷെ അത് എന്നെ ഓരോ ദിവസം കൂടുന്തോറും ഓരോ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി മനസ്സിലിങ്ങനെ വിചാരിച്ച് നിൽക്കുവാണേ. ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ഹോളിലേക്ക് വരുന്ന സമയത്ത് സച്ചിയും അതുപോലെ രേവതിയും കൂടി ചേർന്നിട്ട് പുതപ്പൊക്കെ ഇട്ട് ആവി പിടിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവരെന്താ ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. സച്ചിയാണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം കൂടി പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ള കാര്യം പറയുവാണ്. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി എന്തോ തെറ്റിദ്ധരിച്ചിട്ട് എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചിട്ട് അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പുതപ്പ് മാറ്റിയിട്ട് രണ്ടുപേരും കൂടി ചേർന്ന് ആവി പിടിക്കാന്ന് പറയുവാണേ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജലദോഷം പിടിച്ചല്ലോ, അതുകൊണ്ട് ആവി പിടിച്ചു കഴിഞ്ഞാൽ ശരിയാകും, അതിന് വല്ല മെഡിസിൻ എന്തെങ്കിലും മേടിച്ച് കഴിച്ചാൽ പോലെയെന്ന് ചന്ദ്രമതി ചോദിക്കുന്ന സമയത്ത് അങ്ങനെ എല്ലാത്തിനും മെഡിസിൻ മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് അത് ദോഷമായിട്ട് വരും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചന്ദ്രമതിയുടെ അടുത്ത് രേവതി പറയുന്നുണ്ട്. അല്ലെങ്കിലും ഈ ഹോളിൽ നിന്നുകൊണ്ടാണ് ആവി പിടിക്കുന്നത്, അതും ഇങ്ങനെ പുതപ്പൊക്കെ ഇട്ട് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്നവരെന്താ വിചാരിക്കുക, കൂടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നു പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് നമ്മുടെ ചന്ദ്രമതി അങ്ങ് പോകുന്നുണ്ട്. അമ്മയ്ക്ക് ദേഷ്യം പിടിച്ചെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് രേവതി ആണെങ്കിൽ ആവി പിടിക്കുന്നത് നിർത്തുവാണ്. രേവതി കുറച്ചു നേരം കൂടി പിടിച്ചു കഴിഞ്ഞ് നല്ല മാറ്റം ഉണ്ടാവും, നീ വാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിളിക്കുവാണ്. പക്ഷെ രേവതി ആണെങ്കിൽ ഒന്ന് പോകും സച്ചിയേട്ടാ ഞാൻ പോവാണെന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് രേവതിയുടെ പുതപ്പ് പിടിച്ചിങ്ങനെ വലിക്കുവാണ്. ഇരിക്കുന്ന സച്ചിയാണെങ്കിൽ തറയിൽ കിടന്നുകൊണ്ട് രേവതിയുടെ പുതപ്പ് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അതുവഴി പോയ ശ്രുതിയാണെന്ന് ആ ചൂടുവെള്ളത്തിൽ തട്ടിയിട്ട് താഴെ വീഴുന്നുണ്ട്. താഴെ വീഴുമ്പോഴേക്കും കൈയും കാലൊക്കെ പൊള്ളിയിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അയ്യോ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഇങ്ങനെ വിളിക്കുവാണ്. അതുപ്പോഴേക്കും ശ്രുതിയും അതുപോലെ ചന്ദ്രയും കൂടി ഓടി വരുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചിട്ട് അമ്മ ചൂടുവെള്ളം ഒഴിച്ചു എന്റെ മേലെന്ന് പറയണേ. ഞാനാണോ ഒഴിച്ചത്, നീ വന്ന് തട്ടി വീണതല്ലടാ, ഒരു സൈഡിലിരുന്നും കൊണ്ട് ആവി പിടിച്ചൂടെ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോഴേക്കും ഞങ്ങൾ എവിടെ ഇരുന്ന് ആവി പിടിച്ചു കഴിഞ്ഞാലും എന്താ കുഴപ്പം, വരുന്ന സമയത്ത് തറയിൽ നോക്കി നടക്കണം, ഇവൻ എപ്പം നോക്കി കഴിഞ്ഞാലും ഫോണിൽ ഓണ്ടിക്കൊണ്ടല്ലേ നടക്കുന്നത്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ട എന്നുള്ള കാര്യം, നിങ്ങൾ വല്ലതും കേട്ടായിരുന്നോ, ഇപ്പൊ അവന്റെ മേല് മൊത്തം ചൂടുവെള്ളം ആയില്ലെന്ന് ചോദിക്കുമ്പോൾ അതിന് മാത്രം ചൂടൊന്നുമില്ല, ഇത് കുറെ നേരമായിട്ട് തുറന്നിരിക്കുന്നത്, അവൻ വെറുതെ ഓവറായിട്ട് സീൻ എടുക്കുവാണ്,
നിനക്ക് ഈ ചൂട് പിടിക്കുന്നതൊക്കെ സൈഡിൽ എവിടെയെങ്കിലും ഇരുന്നിട്ടോ അല്ലെങ്കിൽ റൂമിൽ എവിടെയെങ്കിലും ചെയ്തൂടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ കറക്റ്റ് ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്കായിട്ട് എവിടെയാണ് റൂം ഉള്ളതെന്നുള്ള കാര്യം ചോദിക്കുവാണേ അത് കേൾക്കുമ്പോഴേക്ക് സുധിയാണെങ്കിൽ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. മറ്റെല്ലാവർക്കും റൂം ഉണ്ടല്ലോ, ഞങ്ങൾക്ക് മാത്രമല്ലേ ഇല്ലാത്തത്, ഞങ്ങളെ ആ മൂലയിൽ കൊണ്ട് ഇരുത്തിരിക്കല്ലേ. ഇത് കേട്ട് വർഷയും പറയുന്നുണ്ട് കേട്ടോ, അവര് പറയുന്നത് ശരി തന്നെയാണല്ലോ, അവർക്കെന്ന് വെച്ചിട്ട് തനിയൊരു റൂം ഒന്നും ഇല്ലല്ലോ, അപ്പൊ അവർക്ക് ഹാളിലല്ലേ നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ, നിങ്ങൾ നോക്കിയിട്ട് വരണ്ടേ സുധിയേട്ടാ. ഇനിയിപ്പോ എല്ലാവരും കൂടി ചേർന്നിട്ട് എന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ, എന്റെ മേല് മൊത്തം നനഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു ബിസിനസ്മാൻ അല്ലേ, എങ്ങനെയാണ് ഞാൻ പുറത്തു പോകുമെന്ന് ചോദിക്കുകയാണേ. എടാ നീ പോയിട്ട് ഡ്രസ്സ് മാറ്റ്, അല്ലെങ്കിൽ നിനക്കും കോൾഡ് പിടിക്കുന്നു പറഞ്ഞിട്ട് ചന്ദ്രമതി അവനെ അങ്ങ് പറഞ്ഞു വിടുന്നുണ്ട്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അവന്റെ കൈ പിടിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ശ്രുതി അങ്ങ് പോയതിനു ശേഷം ഇവനൊക്കെ കോൾഡ് പിടിച്ചു കഴിഞ്ഞാൽ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് മുറിയുണ്ട്. ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഉറങ്ങുന്നതും ഇരിക്കുന്നതും തിന്നുന്നതും എല്ലാം ഈ ഒരു സ്ഥലത്ത് വെച്ച് തന്നെയല്ലേ. ഇത് കേട്ട ഉടനെ ചന്ദ്രമതി പറയുന്നത്, അതാണല്ലോ നിങ്ങൾ ടെറസിൽ വായോണ്ടൊരു റൂം കെട്ടിയിരിക്കുന്നത്, അവിടെ പോയാൽ പോരായിരുന്നു, വെറുതെ ഓരോന്ന് പറയാൻ വേണ്ടിട്ട് പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ അങ്ങ് പോവാണേ. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം രേവതിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അത് മനസ്സിലാക്കി സച്ചിയാണെന്നുണ്ടെങ്കിൽ നീ ഫീൽ ചെയ്യുന്നു വേണ്ട, നമ്മള് ഒരു ദിവസം മുറി കെട്ടും, നമുക്കെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം വരും രേവതി എന്ന് പറയുവാണ്. അതിന് ചെറിയൊരു മൂളൽ വാരി എന്ന മട്ടിൽ രേവതി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ സച്ചിയും അതുപോലെ മഹേഷും കൂടി ചേർന്നിട്ട് പുറത്ത് ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുവാണ്. അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. മഹേഷിന്റെ കാറാണെന്നുണ്ടെങ്കിൽ സർവീസിന് കൊടുത്തിരിക്കുവാണ് കേട്ടോ. കാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോവാണ്, അതുകൊണ്ട് മെക്കാനിക് ഷോപ്പിൽ കൊടുത്തതാന്ന് പറയുവാണേ. അതൊക്കെ ഇപ്പൊ തന്നെ ശരിയാക്കാനും ഇനിയിപ്പോ ട്രിപ്പ് എടുത്ത് പോകുന്ന സമയത്ത് ബാധിയിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്കാണ് പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ അരുണാണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ. ഫോണിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ശരി ഡോക്ടർ ഞാൻ ആ മെഡിസിൻ മേടിച്ച് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഹെൽമെറ്റ് ഒന്നും ഇടാതെ ആളിങ്ങനെ ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണേ. അങ്ങനെ അവൻ ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി അത് കാണുന്നുണ്ട് കേട്ടോ. ഫോണിൽ ഇങ്ങനെ സംസാരിച്ച് ഹെൽമെറ്റ് ഒന്നും ഇടാതെയാണ് ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ട ഉടനെ തന്നെ ഇത് ആ കോൺസ്റ്റബിൾ അല്ലേ എന്നുള്ള കാര്യം മഹേഷിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ബൈക്കിലെ ഹെൽമെറ്റ് ഇടാതെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുവാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ച് പോകുന്നത് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ സച്ചി. അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് മെഡിസിൻ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ധൃതി പിടിച്ചിട്ടുള്ള പോക്ക് കിട്ടാറുണ്ട്. അരുണാണെങ്കിൽ കുറച്ച് ടെൻഷനിലാണ്. നോ പാർക്കിങ്ങിൽ കൊണ്ടുപോയിട്ട് വണ്ടി നിർത്തിക്കൊണ്ടാണ് മെഡിസിൻ മേടിക്കാൻ വേണ്ടി പോകുന്നത്. നോ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി അരുണിന്റെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ചങ്ങല കൊണ്ട് പൂട്ടിട്ടിട്ട് പൂട്ടുവാണ് കേട്ടോ. വീട്ടിലെ ഗേറ്റിന് വേണ്ടിയിട്ട് എന്തോ ചങ്ങല എന്തോ മേടിച്ചതാണ് സച്ചി. അത് ഇവന്റെ ബൈക്കിട്ട് പൂട്ടായെന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ട് പൂട്ടുന്നുണ്ട്. ഇതൊന്നും വേണ്ട എന്ന് മഹേഷ് പറയുന്നുണ്ടെങ്കിലും സച്ചി ആണെന്നുണ്ടെങ്കിൽ അത് കേൾക്കാതെ ചെയ്യുവാണേ. ഇയാള് ഭയങ്കര റൂൾസ് ഒക്കെ പറയുന്ന ആളാണല്ലോ. എന്താ ഇദ്ദേഹത്തിന് അതൊന്നും ബാധകമല്ലേ? ഹെൽമെറ്റ് ഇടാതെ ബൈക്കിനകത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നമാവെന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് ഒഴിഞ്ഞു വിടാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ഒഴിഞ്ഞു വിടാൻ വേണ്ടിയിട്ട് തയ്യാറല്ല എന്നുള്ള മട്ടത്തിൽ തന്നെയാണ് കേട്ടോ സച്ചി. മരുന്നൊക്കെ മേടിച്ചിട്ട് തിരികെ വരുന്ന സമയത്ത് അരുൺ കാണുന്നത് ബൈക്ക് എടുക്കാൻ വേണ്ടി പറ്റാത്ത ആരോ ചങ്ങലയിട്ട് പൂട്ടിയതാണ്. ഇതിപ്പോ ആരായിരിക്കും എന്നുള്ള മട്ടിൽ ഇങ്ങനെ ദേഷ്യത്തോടും കൊണ്ട് നിൽക്കുമ്പോഴേക്കും സച്ചിയാണെങ്കിൽ അവിടുന്ന് സാർ ഞാനാണ് പൂട്ടിയതെന്നുള്ള കാര്യം പറഞ്ഞിട്ട് താക്കോൽ ഇങ്ങനെ കാണിക്കുവാണേ. അടുത്തിടെ കാണിച്ചതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ അല്ലാതെ സാർ ഞങ്ങളുടെ വണ്ടി നോ പാർക്കിംഗിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാർ ചങ്ങലിട്ടിട്ട് പോവില്ലേ, അതല്ലേ സാർ റൂൾസ് എന്നുള്ള കാര്യം നോക്കുമ്പോഴാണ് അവിടെ നോ പാർക്കിംഗ് ബോർഡ് ഉള്ളത് നമ്മുടെ അരുൺ കാണുന്നത്. എന്റെ ബൈക്ക് പൂട്ടിയിട്ട് എന്നുള്ള കാര്യം ചോദിച്ചിട്ട് സച്ചിക്ക് അരികിലേക്ക് ചെല്ലുവാണേ. സാർ നോ പാർക്കിംഗിൽ പാർക്ക് ചെയ്തില്ലേ, അതുകൊണ്ടാണ് ഞാനത് ശ്രദ്ധിച്ചില്ല, ഞാൻ കുറച്ച് തിരക്കിലാണെന്ന് പറയണേ. സാർ എല്ലാവരും തിരക്ക് തന്നെയാണ്, പക്ഷെ റൂൾസ് എന്ന് പറയുന്നത് റൂൾസ് തന്നെയല്ലേ, സാധാരണക്കാർക്കും അതുപോലെ തന്നെ പോലീസുകാർക്ക് വേറെ റൂൾസ് ഒക്കെ ആണോ എന്നൊക്കെ സച്ചി തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫൈൻ എടുക്കുകയും കേസ് എടുക്കുകയും ഒക്കെ ചെയ്യില്ലേ, സാറിന് ഇതൊന്നും ബാധകമല്ലേ? അപ്പോഴേക്കും അവിടെ കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. അതിലൊരുത്തം പറയുന്നുണ്ട് കേട്ടോ, നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് സാർ, നിങ്ങൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് നിയമങ്ങളൊക്കെ പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കുന്നില്ലേ തെരുവിൽ നിന്നും കൊണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ലേ? അങ്ങനെ ചോദിക്കു ചേട്ടാ. നിയമങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇവരെ പോലത്തെ പോലീസുകാർക്ക് ഒരു നിയമം, നമ്മുടെ പോലത്തെ ഡ്രൈവർക്ക് ഒരു നിയമം, ചേട്ടൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇലക്ട്രീഷ്യൻ എന്ന് പറയുമ്പോൾ ചേട്ടനെ പോലത്തെ ആൾക്കാർക്ക് വേറൊരു ചട്ടം, അങ്ങനെ ഓരോർക്ക് ഓരോരോ റൂൾസ് അങ്ങനെയാണോ എഴുതി വെച്ചിരിക്കുന്നത്? ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഒരേ ഒരു നിയമം മാത്രമേ ഉള്ളൂ, മര്യാദയ്ക്ക് ചാവി തന്നോ ഇല്ലെങ്കിൽ ഞാൻ ആരാണെന്നുള്ള കാര്യം താൻ മനസ്സിലാക്കും, എന്റെ സിറ്റുവേഷൻ എന്താന്നുള്ള കാര്യം നിനക്ക് അറിയാത്തതുകൊണ്ടാണ് നിന്നെ ഞാനെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയുടെ നെഞ്ചത്തിലേക്ക് അരുൺ കയറുമ്പോഴേക്കും എന്താ സാർ കിടന്ന് അദ്ദേഹത്തിന്റെ നെഞ്ചത്തോട്ട് കയറുന്നത്, അദ്ദേഹം ചോദിച്ചത് കറക്റ്റ് അല്ലേ എന്ന് അവിടെ നിൽക്കുന്ന എല്ലാവരും ചോദിക്കുന്നുണ്ട്. തെറ്റ് ആര് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും അത് തെറ്റ് തന്നെയാണ്. അത് മാത്രമല്ല സാറ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി ഓടിക്കുമ്പോൾ ഫോണിൽ സംസാരിച്ചു, ഹെൽമെറ്റും ധരിച്ചിട്ടില്ലായിരുന്നു. ഇത് നമ്മളാ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ തൂക്കിയെടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇട്ടേനെ, വിട്ടേനെ. എടാ വേണ്ടടാ എന്ന് സച്ചിയുടെ കൂടെയുള്ള ഫ്രണ്ട് പറയുന്നുണ്ടെങ്കിലും എന്ത് വേണ്ടെന്ന് ഇദ്ദേഹമല്ലേ റൂൾസ് മേറിയത്, ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ധൃതിയിൽ പോവുകയാണെന്നുള്ള കാര്യം. സാർ എല്ലാവർക്കും ധൃതി ഉണ്ടാകും സാർ, ആരൊക്കെ പോയാലും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും റൂൾസ് തന്നെയാണെന്നല്ലേ സാറ് പറഞ്ഞത്, എന്താ ആ റൂൾസ് സാറിന് ബാധകമല്ലേ? സച്ചി വെറുതെ ആവശ്യമില്ലാതെ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? സാറാണ് നമ്മളെ തേടിയിട്ട് ഓരോ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നത്. അപ്പോഴേക്കും മഹേഷ് ആണെന്നുണ്ടെങ്കിൽ കീ മേടിച്ച് പൂട്ടിയ ആ ലോക്ക് തുറന്നു കൊടുക്കുന്നുണ്ട്. മഹേഷ് തുറന്നതിന് ശേഷം അദ്ദേഹം ഇങ്ങനെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അരുണിന്റെ അടുത്ത് പറയുന്നുണ്ട്, സാർ സച്ചി പറഞ്ഞത് ശരി തന്നെയാണല്ലോ, ഞങ്ങൾ റൂൾസ് പഠിപ്പിക്കുന്ന സാറും നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ, എല്ലാ റൂൾസും സാറിനും ബാധകമല്ലേ, സാറിന്റെ വണ്ടി ഇതാ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്ത് കൊടുക്കുന്നതിന് പോകുന്ന സമയത്ത് അരുണാണെന്നുണ്ടെങ്കിൽ
സച്ചിയെ ഭയങ്കര ദേഷ്യത്തോട് കൂടെ നോക്കുകയാണെ, ഭയങ്കര ഒരു പക വെച്ചിട്ട് നോക്കുന്ന രീതിയിൽ. സാറിപ്പ് ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, അതിനൊക്കെ തെളിവ് എന്റെ കയ്യിലുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അത് ചെയ്തോളാം എന്ന് പറയുകയാണെ. പക്ഷെ അരുണാണെങ്കിൽ ഒന്ന് പോടാ എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് പോകുന്നുണ്ട്. ഇനി ഞാൻ പിന്നെ എടുത്തോളാം എന്നൊക്കെ അരുണുണ്ടോ പറഞ്ഞിട്ട് പോകുന്നത്. കണ്ടില്ല അയാൾ പറഞ്ഞിട്ട് പോകുന്നത്. ഇയാൾ അങ്ങനെ വെറുതെ വിടാൻ വേണ്ടി പറ്റില്ല. ഇല്ല, എന്തായാലും നമ്മൾ നന്നായിട്ട് ചോദിച്ചു വിട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇനി വിട്ടേക്കെന്ന് പറയണേ. അതൊന്നും ചെയ്താൽ പോരാ, ഇനി ചെറിയൊരു കാര്യം കൂടി ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ സച്ചി ചെയ്യുന്നത്. അങ്ങനെ സച്ചി സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്നതോട് കൂടിയിട്ട് അരുണിന് സസ്പെൻഷൻ കിട്ടുവാണ് കേട്ടോ. അന്ന് അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് മരുന്ന് മേടിക്കാൻ വേണ്ടി പോയതാണെന്നൊക്കെ മുതിർന്ന ഉദ്യോഗസ്ഥന്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെയാണ് എല്ലാവർക്കും ഓരോരോ ആവശ്യങ്ങളുണ്ടാകും. നിനക്ക് 3 ദിവസത്തേക്ക് അവന് സസ്പെൻഷൻ കിട്ടുവാണ്. കമ്മീഷണർ ഓഫീസിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ടെന്ന് പറയുകയാണെ. അങ്ങനെ അരുണാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അവന്റെ ജീവിതത്തിലെ ആദ്യത്തെ ബ്ലാക്ക് മാർക്ക് വീണതാണ്, അതും സച്ചി കാരണം. ഇതൊരു വലിയ പകയായിട്ട് തന്നെ മാറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇയാളെയാണ് നമ്മുടെ ദേവു കല്യാണം കഴിക്കാനും കൂടി പോകുന്നത്. ഇനിയിപ്പോ വരുന്ന വിശേഷങ്ങളൊക്കെ എന്തായിരിക്കും നമുക്ക് വഴിയെ കാണാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ കമന്റ് ചെയ്യണേ. താങ്ക്